ദേശീയ ദിനമായ ഒക്ടോബർ 12 രാജ്യമെങ്ങും കാളപ്പോര് മത്സരങ്ങളുണ്ടാകും. ശക്തനായ ഒരു പോരാളി കലിതുള്ളി വരുന്ന കാളയെ മെരുക്കണം. മാറ്റഡോർ എന്നാണ് ആ പോരാളിയെ വിളിക്കുക. ഇക്കഴിഞ്ഞ ദേശീയ ദിനത്തിൽ സ്പെയിനിലെ ഏറ്റവും പ്രശസ്തനായ മാറ്റഡോറായ മൊറാൻഡെ പ്യൂബ്ല താൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാന മത്സരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടത്തി. തലസ്ഥാനമായ മാൻഡ്രിഡിലെ ആ കാളപ്പോരിന് ശേഷം തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന അവസാനത്തെ കാളയെ അയാൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സാന്റിയാഗോ അബാസ്കൽ എന്ന രാഷ്ട്രീയക്കാരന് കൈമാറി. അതിനുശേഷം പറഞ്ഞു, ഫോർ എവറിത്തിങ് യു ഡു ഫോർ us ആൻഡ് ഫോർ അവർ ചിൽഡ്രൻ, ലോങ് ലിവ് സ്പെയിൻ. ആരാണ് ഈ സാന്റിയാഗോ അബാസ്കൽ എന്നറിയണ്ടേ? 350 വർഷം മുഗളന്മാര് ഇന്ത്യ ഭരിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളി ഉയർത്തുന്ന സംഘികളെ പോലെ 500 വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിൻ ഭരിച്ച മുസ്ലിം രാജാക്കന്മാരെ അന്ന് സ്പാനിഷ് ജനത തുരത്തിയതുപോലെ ഇന്ന് അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ തുരത്തി ഓടിക്കണം എന്ന് വാദിക്കുന്ന തീവ്ര വലത് പാർട്ടിയായ വോക്സ് പാർട്ടിയുടെ തലവൻ. 350 സീറ്റുകളുള്ള സ്പെയിനിലെ പാർലമെന്റായ കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസിൽ 33 സീറ്റുകളുള്ള ന്യൂനപക്ഷമാണിപ്പോൾ. 137 സീറ്റുകളുള്ള വലതുപക്ഷ പ്രതിപക്ഷമായ പീപ്പിൾസ് പാർട്ടിയുടെ മുഖ്യ സഖ്യകക്ഷി. നിലവിൽ സ്പെയിൻ ഭരിക്കുന്ന ഇടതു പാർട്ടിയായ സ്പാനിഷ് സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടി വരുന്ന 2027 ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നും സാന്റിയാഗോ അബാസ്കലിന്റെ വോക്സ് പാർട്ടി ഒന്നുകിൽ ഭരിക്കും അല്ലെങ്കിൽ കിങ് മേക്കർ ആകുമെന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ പ്രവചനങ്ങൾ. അതായത് തദ്ദേശീയരായ മുസ്ലിങ്ങളും യൂറോപ്യൻ വംശജരും ചേർന്ന് അധിവസിക്കുന്ന സ്പെയിനിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അടുത്ത കാലം വരെ മുസ്ലിം വിദ്വേഷം ഇല്ലാതിരുന്ന സ്പെയിനിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗസ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്ന സ്പെയിനിൽ പഴയ കഥകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് മതവിദ്വേഷം പടർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് സ്പാനിഷ് സംഘികൾ. 25 മുതൽ 30 ലക്ഷം വരെയാണ് സ്പെയിനിലെ മുസ്ലിം ജനസംഖ്യ. അതായത് ആകെ ജനസംഖ്യയുടെ 5-6% ഉള്ളൂ. യൂറോപ്പിലെ തന്നെ വലിയ മുസ്ലിം സമൂഹങ്ങളിൽ ഒന്നാണിത്. മൊറോക്കോയിൽ നിന്നുള്ളവരാണ് ഇതിലേറെ പേരും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സെനഗൽ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. പ്രധാനമായും വടക്കൻ ആഫ്രിക്കൻ അറബ് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇവിടെ വലിയ പ്രചാരണം നടക്കുന്നത്. അതിൽ തന്നെ മൊറോക്കോയിൽ നിന്നുള്ളവരാണ് മുഖ്യ ടാർഗറ്റ്. 2021 ജൂൺ 13 സ്പെയിനിലെ മാസ്രോൺ നഗരത്തിനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടന്നു. യൂനുസ് ബിലാൽ എന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. ഒരു സ്പാനിഷ് മുൻ പട്ടാളക്കാരനാണ് യൂനുസിന്റെ നെഞ്ചിൽ നിറയൊഴിച്ചത്. ഇരുവരും പരിചയക്കാരല്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അതിനു മുമ്പ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുമില്ല. പിന്നെ എന്തിനാണ് ആ പട്ടാളക്കാരൻ യൂനുസിനെ വെടിവെച്ചത്? മൊറോക്കക്കാരായിരുന്നു യൂനുസും കൂട്ടുകാരും. അവിടെയുള്ള ഒരു കഫേയിൽ ഇരിക്കുകയായിരുന്നു അവർ. അടുത്തുള്ള ടേബിളിലായിരുന്നു ആ സ്പാനിഷുകാരൻ ഇരുന്നത്. വെയിട്രസ് ആയ സ്പാനിഷ് സ്ത്രീ അതിനിടെ യൂനുസിന്റെയും കൂട്ടരുടെയും ടേബിളിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം സ്പെയിൻകാരൻ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. നിനക്ക് കുഴഞ്ഞാടാൻ ഇത്ര വൃത്തികെട്ട മുസ്ലിങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ അയാൾ അട്ടഹസിക്കുകയാണ്. യൂനുസ് ഇതിനെ എതിർക്കുന്നു. അടുത്ത നിമിഷം സ്പാനിഷുകാരൻ ഇറങ്ങിപ്പോയി ഒരു തോക്കുമെടുത്ത് തിരിച്ചു വരുന്നു. മുസ്ലിങ്ങളെ തെറി പറഞ്ഞ ശേഷം, കാണട്ടെ നിന്റെ ധൈര്യം, ഇനിയും എതിർക്കുമോ നീ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ യൂനുസിന്റെ നേർക്ക് 3 വട്ടമാണ് നിറയൊഴിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത യൂനുസിനെ കൊല്ലാൻ ആ സ്പെയിൻകാരനെ പ്രേരിപ്പിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു. സാന്റിയാഗോ അബാസ്കലിന്റെ വോക്സ് പാർട്ടി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പടർത്തിയ ഇസ്ലാമോഫോബിയ. മാൻഡ്രിഡിൽ നിന്ന് 436 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടന്ന മാസറോൺ നഗരം. അതിന്റെ ഒരാഴ്ച മുമ്പാണ് അവിടെ 22 വയസ്സുകാരനായ ഒരു മൊറോക്കക്കാരനെ സഹപ്രവർത്തകർ ആക്രമിച്ച് കോമയിലാക്കിയത്. അതേ ആഴ്ച അവർ നമ്മുടെ ഭക്ഷണം മോഷ്ടിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു ഇക്വഡോർ വംശജയും ആക്രമിക്കപ്പെട്ടു. അതിന് 2 മാസം മുമ്പ് തൊട്ടടുത്ത പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിക്ക് തീയിടാനുള്ള ശ്രമം നടന്നു. നമ്മുടെ അന്നാ ഹസാരയുടെ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പോലുള്ള ന്യൂട്രൽ അഴിമതി വിരുദ്ധ സമരം നടത്തി പൊതുജനത്തെ കൂട്ടുക, അടിത്തട്ടിൽ അൾട്രാ ദേശീയവാദ രാഷ്ട്രീയം പയറ്റുക. ഇതാണ് സ്പെയിനിലെ ഇടത് സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയായ പീപ്പിൾസ് പാർട്ടിയും തീവ്ര വലതു കക്ഷിയായ വോക്സ് പാർട്ടിയും ശ്രമിക്കുന്നത്. മാൻഡ്രിഡിൽ നവംബറിൽ നടന്ന ഒരു വലതുപക്ഷ റാലിയുടെ വീഡിയോ ഈ അടുത്ത് ഭയങ്കര വൈറലായിരുന്നു. സ്പെയിൻ ക്രിസ്ത്യാനികളുടേതാണ്, മുസ്ലിങ്ങളെ പുറത്തു ചാടിക്കണം എന്നൊക്കെ അലറി വിളിക്കുന്ന ആൾക്കൂട്ടത്തെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ ടോറെ പച്ചേക്കോ നഗരത്തിൽ മുസ്ലിങ്ങൾക്കെതിരായി നടന്ന വംശീയ കലാപത്തിന് പിന്നിൽ സോഷ്യൽ മീഡിയ വിഷപ്രചാരണങ്ങളായിരുന്നു. ഒരു സ്പാനിഷ് പൗരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരത്തി അത് നടത്തിയത് മുസ്ലിങ്ങളാണെന്ന് നുണപ്രചാരണം നടത്തിയാണ് അക്രമം തുടങ്ങിയത്. തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ തെരുവിലിറങ്ങി മുസ്ലിം കുടിയേറ്റക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു.
നഗരത്തിലെ ഒരു പ്രധാന കബാബ് ഷോപ്പ് അക്രമി സംഘം അടിച്ചു തകർത്തു. മറ്റു പല യൂറോപ്യൻ നഗരങ്ങളിലും നടക്കുന്നത് പോലെ സ്പെയിനിലെ പലയിടങ്ങളിലും ഗാസ ഐക്യദാർഢ്യ റാലികൾ നടന്നിരുന്നു. ഇത്തരം റാലികൾ മുസ്ലിം കടന്നുകയറ്റമാണെന്ന് പ്രചരിപ്പിച്ച് അതിനെതിരെ സ്പാനിഷ് ദേശീയവാദം ഉയർത്തിക്കാട്ടിയാണ് ആക്രമണങ്ങൾ നടന്നത്. ഏറ്റവും ഒടുവിൽ മുർസിയ പ്രവിശ്യയിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ ഉണ്ടായത്. ഇവിടത്തെ ജുമില്ല നഗരത്തിൽ മുസ്ലിം ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇവിടെ ഭരിക്കുന്ന വലതുപക്ഷ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി പൊതുസ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരങ്ങളും മറ്റും വിലക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നു. വിലക്ക് അടിയന്തരമായി പിൻവലിക്കാൻ പ്രാദേശിക ഭരണകൂടത്തോട് അവർ ആവശ്യപ്പെട്ടു. ഈ സന്ദർഭവും വിഷപ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് തീവ്ര വലതുപക്ഷം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ ഇസ്ലാമോഫോബിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അവർ. കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുക, അതുവഴി കപട ദേശീയതാവാദം പ്രചരിപ്പിക്കുക, അങ്ങനെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക. ഇതാണ് അവരുടെ തന്ത്രം. സ്പെയിനിലെ മുസ്ലിം ഭരണത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ ആഫ്രിക്കയിൽ നിന്നൊരു മുസ്ലിം ഭരണാധികാരി മൂസ ബിൻ നുസൈർ ഇവിടം കീഴടക്കുന്നു. അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ താരിഖ് ബിൻ സിയാദ് 7000 പേരടങ്ങുന്ന സൈന്യവുമായി കടൽ കടന്ന് സ്പെയിനിലെത്തുന്നു. ടോളിഡോ, സെവിയ, കൊർദോവ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അവർ കീഴടക്കുന്നു. 3 വർഷം കൊണ്ട് ഉപദ്വീപിന്റെ ഭൂരിഭാഗവും മുസ്ലിം ഭരണത്തിന് കീഴിലാകുന്നു. ഈ പ്രദേശത്തിന് അവർ അൽ ആൻഡലസ് എന്നാണ് പേരിടുന്നത്. യുദ്ധവെറിയന്മാരായിരുന്നുവെങ്കിലും പുതിയ ഭരണകൂടം മതപരമായ സഹിഷ്ണുത കാട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും സ്വന്തം മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി. കൊർദോവ അക്കാലത്ത് ലോകോത്തര സർവകലാശാലയായി മാറി. വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതം എന്നിവയ്ക്ക് അത് വിഖ്യാതമായി മാറി. യൂറോപ്പിലേക്ക് വിജ്ഞാനവും സംസ്കാരവും എത്തിക്കുന്നതിനുള്ള പാലമായി കൊർദോവ മാറി. എന്നാൽ പരാജിതരായ ക്രിസ്ത്യൻ പ്രഭുക്കന്മാർ വെറുതെ ഇരുന്നില്ല. 8 നൂറ്റാണ്ട് നീണ്ട പോരാട്ടത്തിലൂടെയാണ് റീകോൺക്വിസ്റ്റ എന്നറിയപ്പെടുന്ന പുനർ ക്രിസ്ത്യൻ അധിനിവേശം ഇവിടെ നടന്നത്. ക്രിസ്ത്യൻ മുന്നണി 1085 ടൊളീഡോ നഗരം പിടിച്ചു. 1212 യുദ്ധത്തിൽ മുസ്ലിം സൈന്യം അടിപതറി. ഇതോടെ കൊർദോവയും സെവിയയും ക്രിസ്ത്യൻ രാജ്യങ്ങളായി. 1492 അവസാനത്തെ മുസ്ലിം ഭരണകൂടമായിരുന്നു ഗ്രാനഡയിലെ നസ്രിദ് രാജവംശവും ക്രിസ്ത്യൻ ഭരണത്തിന് കീഴിലായി. അവർ സ്പെയിനിൽ കത്തോലിക്ക മതം ഔദ്യോഗിക മതമാക്കി. ഒന്നുകിൽ നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ രാജ്യം വിടൽ. ഇതായിരുന്നു മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും മുന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ. ഇത് നടപ്പാക്കാനായി അവർ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന പേരിൽ കുപ്രസിദ്ധമായ മത കോടതി സംവിധാനം സ്ഥാപിച്ചു. കത്തോലിക്ക മതത്തിലേക്ക് മാറിയ ജൂതരെയും മുസ്ലിങ്ങളെയും നിരീക്ഷിക്കുക, സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കുക, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ പരസ്യമായി ജീവനോടെ ദഹിപ്പിക്കുക. സ്പാനിഷ് ഇൻക്വിസിഷനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം കടുത്ത ക്രൂരതകളാണ് ലോകത്തിന് മുന്നിലുള്ളത്. ആദ്യം മതം മാറാൻ വിസമ്മതിച്ചിരുന്നവരെ പുറത്താക്കിയ ഭരണകൂടം മതം മാറിയ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും പിന്നീട് സ്പെയിനിൽ നിന്ന് പുറത്താക്കി. 350 വർഷങ്ങളോളം ഈ സംവിധാനം നിലനിന്നു. 19ാം നൂറ്റാണ്ടിൽ നെപ്പോളിയന്റെ അധിനിവേശത്തോടെയാണ് ഇൻക്വിസിഷന്റെ അധികാരം കുറഞ്ഞത്. 1834 സ്പാനിഷ് ഇൻക്വിസിഷൻ ഔദ്യോഗികമായി നിർത്തലാക്കി. പിന്നീട് 1990കളിൽ 4 പതിറ്റാണ്ടോളം ഫ്രാൻസിസ്കോ ഫ്രാങ്കോയുടെ ഏകാധിപത്യ ഭരണം നിലനിന്നു. 1975 അത് അവസാനിച്ചതിന് ശേഷവും സ്പെയിനിൽ തീവ്ര വലതുപക്ഷത്തിന് വേരോട്ടമില്ലായിരുന്നു. എന്നാൽ 2018ഓടെ ഈ ചിത്രം മാറി. വോക്സ് പാർട്ടിയുടെ ഉദയത്തോടെ തീവ്ര വലതുപക്ഷം സ്പാനിഷ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി. 2013 സ്ഥാപിതമായ വോക്സ് പാർട്ടി 2018 ആൻഡലൂഷ്യൻ പ്രാദേശിക തിരഞ്ഞെടുപ്പിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നിലവിൽ പാർലമെന്റിലെ 3ാമത്തെ വലിയ കക്ഷിയായി. കടുത്ത ദേശീയവാദം, കുടിയേറ്റ വിരുദ്ധത, ഇസ്ലാമോഫോബിയ എന്നിവയാണ് ഇവരുടെ അജണ്ടകളും മുഖമുദ്രയും എന്ന് പറയാം. 2024 ബീയിങ് മുസ്ലിം ഇൻ ദ EU യൂറോപ്യൻ യൂണിയൻ റിപ്പോർട്ട് പ്രകാരം യൂറോപ്പിലെ മുസ്ലിങ്ങളിൽ 2ൽ 1 47% മനുഷ്യർ വംശീയ വിവേചനം നേരിടുന്നുവെന്നാണ്. ഓസ്ട്രിയ, ജർമ്മനി എന്നിവയൊക്കെ അപേക്ഷിച്ച് സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ കുറവാണെങ്കിലും ഇത് വിവേചനം കുറവായതുകൊണ്ടല്ല, മറിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള വിമുഖത മൂലമാണെന്നാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്പെയിനിലെ ഇസ്ലാമോഫോബിയയ്ക്ക് വ്യക്തമായ ഒരു ലിംഗപരമായ മുഖമുണ്ട്. മുസ്ലിം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നത്. ഹിജാബ് പോലുള്ള മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് സ്ത്രീകളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും ആക്രമിക്കാനും കാരണമാകുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ തോതിൽ വിവേചനം നേരിടുന്നു. 2023 കണക്ക് പ്രകാരം സ്ത്രീകൾക്കെതിരെ 675 ഇസ്ലാമോഫോബിക് കേസുകളിൽ രേഖപ്പെടുത്തിയപ്പോൾ പുരുഷന്മാർക്കെതിരെ 153 സംഭവങ്ങളാണുള്ളത്. പഴയ ചോരപ്പാടുകളൊക്കെ എടുത്തുകാട്ടി ഇന്ന് ജീവിക്കുന്നവരെ വേട്ടയാടുന്ന ഇൻക്വിസിഷൻ രാഷ്ട്രീയമാണ് സ്പെയിനിലെ വലതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം.
എല്ലാ റാലികളിലും അവർ ആവർത്തിക്കുന്നത് സ്പെയിൻ ക്രിസ്ത്യാനികളുടേത് മാത്രം രാജ്യമായി നിലനിൽക്കണമെന്നാണ്. മറ്റെല്ലാ സാംസ്കാരിക സവിശേഷതകളെയും ഇല്ലാതാക്കി ഒരു മതം, ഒരു രാജ്യം, ഒരു സംസ്കാരം ഉണ്ടാക്കണമെന്നാണ് അവർ ആവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഒരു ചെറിയ വിഭാഗം ആളുകളെ അവർക്കൊപ്പമുള്ളൂ എന്നതാണ് സന്തോഷകരമായ കാര്യം. സ്പാനിഷ് ജനതയുടെ വലിയൊരു വിഭാഗം മതേതര ബഹുസ്വര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അവർ തെരഞ്ഞെടുത്തതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനെ. അതിനെ താഴെ ഇറക്കാനാണ് ഇപ്പോൾ നടക്കുന്ന നുണപ്രചാരണങ്ങളും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയവും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന അവിടുത്തെ അവസ്ഥകളെ കുറിച്ച് പറയുന്ന ഇതിൽ ഇന്ന് സംസാരിച്ചത് സ്പെയിനിലെ ഇസ്ലാമോഫോബിയെ കുറിച്ചാണ്. നാളെ നമുക്ക് മറ്റൊരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.